ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഫോം ഫ്ലവർ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, പാർട്ടി വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ ബാൻഡിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയും നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ലൈറ്റ് പിങ്ക് കളറിലുള്ള ഫോം ഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിന് മാച്ചായിട്ട് വരുന്ന ഒരു സാറ്റിൻ കവേർഡ് ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെയുള്ള ഗോൾഡൻ കളർ പോളൻസും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മെറ്റീരിയലെല്ലാം നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. ആർക്കെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ഫോം ഫ്ലവറിൻ്റെ ബെഞ്ചിൽ നിന്ന് ഇതുപോലെ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പോളൻസും ഓരോന്നായിട്ട് മാറ്റിയെടുക്കുന്നുണ്ട്. നമുക്ക് ടോട്ടൽ ഒരു 4 ആവശ്യം ഉണ്ടാവുള്ളൂ കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളിതുപോലുള്ളൊരു പേപ്പർ ക്യാൻവാസിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലാണ് നമ്മളിത് ഒട്ടിച്ചെടുക്കാൻ പോകുന്നത്. ഇതിൽ നമ്മൾ ഫ്ലവർ ചെയ്തതിന് ശേഷമാണ് ഹെയർ ബാൻഡിൽ ഒട്ടിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഫോം ഫ്ലവറിൻ്റെ ഈ ഒരു കമ്പിയുടെ ഭാഗമല്ലേ, അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. നമുക്കതിൻ്റെ ആവശ്യമില്ല, നമ്മൾ ഗ്ലൂ വെച്ചിട്ടാണ് ഒട്ടിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ എല്ലാറ്റിൻ്റെയും ഇതുപോലെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടോട്ടൽ 13 ഫ്ലവേഴ്സാണ് കേട്ടോ ആവശ്യമായിട്ട് വരുന്നത്. ഒരു ബെഞ്ചിൽ 12 ഫ്ലവർ ഉണ്ടാവും. ഫോം ഫ്ലവറിന് ഒരു ബെഞ്ചിൽ 12 ഉണ്ടാവും. അതിൽ 11 നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി അതുപോലെ തന്നെ നമ്മുടെ പോളൻസിൻ്റെയും ആ ഒരു അറ്റം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി ആദ്യമായിട്ട് നമ്മൾ ഇതുപോലെയുള്ള ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് നമ്മുടെ പോളൻസിൽ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നതിന് ശേഷം നമ്മുടെ ഈ ഒരു പേപ്പർ ക്യാൻവാസിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഈ ഒരു രീതിയിൽ ഈ ഒരു പോളൻ ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ 4 നേരെയായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഓരോന്നിൻ്റെ ഇടയിൽ ഇത്രയൊരു ഗ്യാപ്പ്, ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 4 നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്നത് ആപ്ടെക്കിൻ്റെ ഗ്ലൂ ഗണ്ണാണ് കേട്ടോ. ഇത് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ആമസോണിൽ നിന്നായിരുന്നു. നമ്മൾ പോളൻസ് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ചുറ്റുമായിട്ട് നമ്മുടെ ഫോം ഫ്ലവേഴ്സ് ഓരോന്നായിട്ട് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ആദ്യം നമ്മൾ ഈ ഒരു അറ്റത്ത് ഒരെണ്ണം ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു പോളൻസിൻ്റെ 2 സൈഡിലായിട്ട് ഓരോന്നായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിനോട് ചേർത്തി തന്നെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്, ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കാതെ ചേർത്തിട്ട് ഒട്ടിക്കുന്നുണ്ട്. ഇനി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരെണ്ണം ഒട്ടിക്കുന്നുണ്ട്. ഇനി ഒരു സെയിം രീതിയിൽ നമ്മൾ ഈ ഒരു ഫോം ഫ്ലവേഴ്സ് ഓരോന്നായിട്ടും ചുറ്റിലായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഹെയർ ബാൻഡ് നമുക്ക് വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ചിലവിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇത് അത്യാവശ്യം ഹെവി വർക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല റേറ്റും പറയാൻ പറ്റും കേട്ടോ സെയിൽ ചെയ്യുന്ന സമയത്ത്. അങ്ങനെ ഇവിടെ 7-8 ഫ്ലവേഴ്സ് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ചുറ്റുമായിട്ട്. ഇനി നമുക്ക് ഈ ഒരു പോളൻസിൻ്റെ ഗ്യാപ്പിൽ ഓരോ ഫ്ലവർ വീതം ഒട്ടിച്ചെടുക്കണം. ഈ 2 പോളൻ്റെ ഇടയിലുള്ള വരുന്ന ആ ഒരു ചെറിയ ഗ്യാപ്പില്ലേ, അവിടെ ആയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഫ്ലവർ ഒട്ടിക്കാൻ പോകുന്നത്. ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ നമ്മൾ ടോട്ടൽ 3 ഫ്ലവർ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒട്ടിക്കുന്നുണ്ട്. ഓരോ പോളൻസിൻ്റെയും ഗ്യാപ്പിലായിട്ട് ഒട്ടിക്കുവാണ്. അപ്പോൾ നമ്മൾ ടോട്ടൽ 11 ഫോം ഫ്ലവർ ആണ് കേട്ടോ ഈ ഒരു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്കത് ഈ ഒരു രീതിയിൽ ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പേപ്പർ ക്യാൻവാസിൽ നിന്നും നല്ല ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിൽ എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഫ്ലവറിൻ്റെ ഭാഗങ്ങളൊന്നും കട്ടാവാതെ ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വരുന്ന ഭാഗം ഒന്നുകൂടി സൂക്ഷിച്ചൊന്ന് കട്ട് ചെയ്ത് ഭംഗിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് ഈ ഒരു രീതിയിൽ നമ്മുടെ ഫ്ലവർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പേപ്പർ ക്യാൻവാസിൽ നിന്നും ഈ ഒരു ഷേപ്പിലൊരു പീസ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സാറ്റിൻ കവേർഡ് ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്നും ഒരു വശത്തേക്ക് മാറിയിട്ട് നമ്മൾ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഫ്ലവർ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ ഒട്ടിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഫ്ലവർ ഒന്നുകൂടി നല്ല സ്ട്രോങ് ആയിട്ട് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ താഴെ കുറച്ചുകൂടി ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു പേപ്പർ ക്യാൻവാസിൻ്റെ പീസും ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നല്ല രീതിയിൽ ഒട്ടിക്കുമ്പോൾ പിന്നെ നമ്മുടെ ഫ്ലവർ പറിഞ്ഞ് പോരാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ഒട്ടി നിന്നോളും.
അപ്പോൾ അതാ നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്ക് പല കളേഴ്സിലും ഫ്ലവേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഏത് കളറും ചെയ്തെടുക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.